നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങളുടെ 4 പേരുടെയും പേരിൽ നേരത്തെ എഴുതി വെച്ചിട്ടുള്ള വിൽപത്രം ക്യാൻസൽ ആക്കാൻ ഞാൻ തീരുമാനിച്ചു. അയ്യോ, താൻ എന്താ ഈ കാണിക്കുന്നേ? ആര് പറഞ്ഞു തന്നോട് ഈ മുറി തൂക്കാൻ? ഇങ്ങ് തന്നെ, ഞാൻ തൂത്തോളാം. താൻ അവിടെ പോയിരിക്കും. എന്റെ പൊന്നു ധനുഷേ, എന്തിനാ ഇങ്ങനെ വെപ്രാളപ്പെടുന്നേ? പ്രഗ്നൻസി ഒരു രോഗമൊന്നും അല്ല. ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടും എനിക്കിപ്പോ ഇല്ല. അതൊക്കെ ശരി തന്നെ. പക്ഷെ അനാവശ്യമായിട്ട് കുനിയുകയോ ഭാരം തൂക്കിയെടുക്കുകയോ ഒന്നും ചെയ്യരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞിട്ടുള്ളേ? ആ, ഡോക്ടർമാരങ്ങനെ പലതും പറയും. പക്ഷെ ഇതുപോലുള്ള ചെറിയ ചെറിയ ജോലികൾ ചെയ്തതുകൊണ്ടേ ഒരു കുഴപ്പമില്ല. എന്റെ പൊന്നു മോളെ, തൽക്കാലം അതൊന്നും വേണ്ട. ഇതൊക്കെ ഞാൻ ചെയ്തോളാം. ഇയാളുടെ വെപ്രാളം കണ്ടാലേ ലോകത്തെ ആദ്യമായിട്ട് ഗർഭിണിയാവുന്നത് ഇയാളുടെ ഭാര്യയാണെന്ന് തോന്നുമല്ലോ. ലോകത്ത് ആദ്യമായിട്ട് ഗർഭിണിയായത് എന്റെ ഭാര്യയൊന്നുമല്ല. പക്ഷേ എന്റെ ഭാര്യ ഗർഭിണിയായത് ഇതാദ്യായിട്ടാ. അതിന്റെ ടെൻഷൻ ഒരു ഭർത്താവ് എന്നുള്ള നിലയിൽ എനിക്കുണ്ട്. ഓഹോ, അപ്പോ ഡെലിവറി റൂമില് താനും കൂടെ കയറി വരുമോ? എന്താ സംശയം? ഇപ്പൊ അങ്ങനെ ചെയ്യാലോ. പ്രസവ സമയത്ത് ഭർത്താവിന് ഇപ്പൊ ഒപ്പം നിൽക്കുന്നതിലേ ഒരു തടസ്സവും ഇല്ല. എന്റെ പൊന്നെ, അതൊന്നും വേണ്ട. അതൊക്കെ ഡോക്ടർമാര് നോക്കിക്കോളൂ. നോക്കുന്നത് ഡോക്ടർമാരും നഴ്സുമാരൊക്കെ തന്നെയാണ്. പക്ഷേ നീ പ്രസവിക്കുന്ന സമയത്ത് ഞാൻ നിന്റെ കൂടെ തന്നെ നിൽക്കുന്നതാണ് എനിക്ക് നല്ലത്. അതെന്താ, ധനുഷിന് അത്രയ്ക്ക് പേടിയാണോ? പ്രസവിക്കാൻ പോകുന്ന എനിക്ക് പേടിയില്ലല്ലോ. എടോ, ഞങ്ങൾ ഈ ഭർത്താക്കന്മാരെ കുറിച്ച് താൻ എന്തായി വിചാരിച്ചിരിക്കുന്നേ? സ്വന്തം ഭാര്യയെ പ്രസവിക്കാൻ ലേബർ റൂമിന്റെ അകത്തോട്ട് കയറ്റി വിട്ടിട്ട് വെളിയിൽ ടെൻഷൻ അടിച്ച് ഭർത്താക്കന്മാരുടെ ഒരു നടപ്പുണ്ട്. ഓ, ഇരിക്കാനും പറ്റത്തില്ല, നിൽക്കാനും പറ്റത്തില്ല. പ്രസവിക്കാൻ അകത്ത് കിടക്കുന്ന ഭാര്യമാരെക്കാളും വേദന പുറത്തു നിൽക്കുന്ന ഭർത്താക്കന്മാർ അനുഭവിക്കാറുണ്ട്. ഭർത്താക്കന്മാര് കുറച്ച് ടെൻഷൻ അടിക്കുന്നത് നല്ലതാ. പ്രഗ്നൻസിയുടെ ഉത്തരവാദിത്തം രണ്ടുപേർക്കും ഒരേപോലെയാ. ഡെലിവറി ടൈമില് ഭാര്യ അനുഭവിക്കുന്ന വിഷമവും വേദനയും എന്താണെന്നുള്ളത് ഒരു ഹസ്ബൻഡ് തീർച്ചയായും അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഡെലിവറി ടൈമില് ഭർത്താക്കന്മാരൊപ്പം നിൽക്കാനായിട്ട് ഇപ്പൊ ഡോക്ടർമാര് സമ്മതിക്കുന്നത്. നീ പ്രസവിക്കുമ്പോ എന്തായാലും ഞാൻ കൂടെ തന്നെ ഉണ്ടാവും. അയ്യേ, അതൊന്നും വേണ്ട. ഇപ്പൊ താൻ ഇതൊക്കെ പറയും. ഡെലിവറി ടൈം ഒന്നാവട്ടെ. ധനുഷേ, ഓടി വരണേ, എനിക്ക് വേദനിക്കുന്നേ, സഹിക്കാൻ വയ്യേ എന്നൊക്കെ പറഞ്ഞ് താൻ തന്നെ കിടന്ന് നിലവിളിക്കും. നമുക്ക് നോക്കാം. പിന്നെ മിക്കവാറും ഈ വീട്ടില് ഉടനെ ഒരു പ്രഗ്നൻസി കൂടി ഉണ്ടാവും. അർച്ചനയുടെ ടെസ്റ്റ് റിസൾട്ടുകൾ എല്ലാം പോസിറ്റീവാ. ഉടനെ തന്നെ പ്രഗ്നൻസി സംഭവിക്കുന്ന ഡോക്ടർ പറഞ്ഞത്. ഇതാര് പറഞ്ഞു? സച്ചിയേട്ടൻ. അല്ലാതാരാ? അത് വേണ്ടായിരുന്നു. അർച്ചനയെടുത്തി കുറച്ചുകൂടെ കഴിഞ്ഞ് പ്രഗ്നന്റ് ആയാൽ മതിയായിരുന്നു. അതെന്താടോ, തനിക്കും അർച്ചനടുത്തിയോട് അസൂയാണോ? അസൂയല്ല. പിന്നെ സന്തോഷം കൊണ്ട് ആരെങ്കിലും ഇങ്ങനെ പറയൂ? അല്ലെങ്കിൽ നിങ്ങൾ ഈ പെണ്ണുങ്ങളൊക്കെ കണക്കാ. സ്വന്തം കാര്യം വരുമ്പോ എല്ലാം മറക്കും. എടോ, തനിക്ക് വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെട്ട ആളാ അർച്ചന, അത് മറക്കരുത് കേട്ടോ. അതല്ല ധനുഷ്, അർച്ചനടുത്ത് പ്രഗ്നന്റ് ആവുന്നത് എനിക്ക് സന്തോഷമേ ഉള്ളൂ. അത് പക്ഷേ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മതിയായിരുന്നു. അല്ലെങ്കിൽ പിന്നെ എന്നെ നോക്കാൻ ആരാ? അർച്ചനടുത്ത് കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് നല്ല ധൈര്യമാ. നിന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. അതിന് വേറെ ആരും വേണ്ട. അല്ലെങ്കിൽ
നമുക്കൊരു ഹോം നഴ്സിനെ വെക്കാം. അർച്ചനടുത്തിയും സച്ചിയേട്ടനും എത്ര നാളായി കാത്തിരിക്കാം. തന്നെയും കുഞ്ഞിനെയും ഞാൻ പൊന്നുപോലെ നോക്കും. എന്തായി കാണിക്കുന്നേ? നമ്മുടെ കുഞ്ഞിന്റെ വല്ല അനക്കമുണ്ടോ എന്ന് നോക്കിയതാ. അതിനൊക്കെ കുറച്ചുകൂടെ സമയം എടുക്കും. ഓ 3-4 മാസം കഴിഞ്ഞിട്ട് മാത്രമേ കുഞ്ഞിന്റെ എന്തെങ്കിലും അനക്കം അറിയാൻ പറ്റുള്ളൂ. ദേ ചക്കരെ, അകത്ത് കിടക്കുന്നതൊക്കെ കൊള്ളാം. പക്ഷെ എന്റെ സ്നേഹക്കൊച്ചിനെ ഒരുപാടൊന്നും വേദനിപ്പിക്കാതെ ഇങ്ങ് പോന്നേക്കണം. കേട്ടല്ലോ? ഈ ധനുഷിന് വട്ട. അതേടോ, എനിക്ക് വട്ട. പക്ഷെ ഈ വട്ടിനൊരു സുഖമുണ്ട്. ഇനി നമ്മുടെ വാവ കൂടി വരുമ്പോ താൻ നോക്കിക്കോ, നമ്മുടെ ലൈഫ് ഒരു സ്വർഗമായിരിക്കും. അതിനുവേണ്ടി കാത്തിരിക്കാൻ ഞാൻ. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങളുടെ 4 പേരുടെയും പേരിൽ നേരത്തെ എഴുതി വെച്ചിട്ടുള്ള വിൽപത്രം ക്യാൻസലാക്കാൻ ഞാൻ തീരുമാനിച്ചു. സ്വത്തുക്കൾ 4 പേർക്കും തുല്യമായി ഷെയർ ചെയ്യണമെന്നാണല്ലോ ആ വിൽപത്രത്തിൽ എഴുതിയിരുന്നത്. അതച്ഛൻ ഞങ്ങളോട് പറഞ്ഞാണല്ലോ. പിന്നെന്തിനാ ഇപ്പൊ അത് ക്യാൻസൽ ചെയ്യുന്നത്? കാര്യമുണ്ട്. ഞാൻ ആ വിൽപത്രത്തിലെ വ്യവസ്ഥകൾ ഒന്ന് മാറ്റി എഴുതാൻ പോവാ. മാറ്റി എഴുതാനോ? ഇപ്പോ അതിന്റെ ആവശ്യം എന്താ? ആവശ്യമുണ്ട്. അച്ഛന്റെ സ്വത്തുക്കൾ ഞങ്ങൾ 4 മക്കൾക്കും ഒരുപോലെ അവകാശപ്പെട്ടതാ. പിന്നെ അത് മാറ്റി എഴുതേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അത് നീയാണോ തീരുമാനിക്കുന്നത്? അല്ല, അച്ഛൻ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? എത്ര സ്വത്തുക്കൾ വേണമെന്ന് ഞങ്ങളാരും പറഞ്ഞില്ലല്ലോ. സ്വത്തുക്കളുടെ കാര്യത്തിൽ ഞാൻ പുതിയ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.